നമസ്കാരം. പ്രസിഡന്റ്, ഇത് നമ്മുടെ പ്രസിഡന്റ് പ്രകാശല്ലേ? അതെ അതേന്നാ പ്രസിഡന്റ് എന്തിനാണ് പറയണേ? യവൻ കള്ളനാണ്. ഇവരാണ് സ്പോൺസർ. അതെ, പ്രകാശാണ് സ്പോൺസർ. അത് ശരി, എല്ലാരും ഒന്ന് കേൾക്കണേ. എവനാണ് സ്പോൺസർ എങ്കിൽ ഇവിടുത്തെ സ്പൂൺ സോസറും വരെ അടിച്ചോണ്ട് പോകുവേ. ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. പ്രകാശൻ ഇപ്പൊ ഗൾഫിലൊക്കെ പോയി നല്ല നിലയിലായിരിക്കല്ലേ. ആൾക്കാർക്ക് എന്താ മാറിക്കൂടെ? മാറും, ആൾമാറാട്ടം. അതാണ് ഇവിടെ സ്ഥിരം പരിപാടി. പ്രസിഡന്റ്, ഈ കള്ളനെ കഞ്ഞി വെച്ചോണ്ടുള്ള പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ എങ്ങനെ പറയണം പ്രസിഡന്റ്? കുഴപ്പമില്ല, അവർ പറഞ്ഞോട്ടെ. ആ പറയും. നിങ്ങളോടൊക്കെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് മാത്രമല്ല, ഈ നാട്ടുകാരോട് മൊത്തം. അതുകൊണ്ട് ഞാൻ മാപ്പ് പറയാൻ വേണ്ടി കൂടിയാണ് വന്നത്. നാട്ടുകാരെ ക്ഷമിക്കൂ, കൂട്ടുകാരെ ക്ഷമിക്കൂ, കോപിച്ചേട്ടാ ക്ഷമിക്കൂ, മോളെ ക്ഷമിക്കൂ. അപ്പൊ ഞാൻ പിച്ച് പറിച്ച് കളിച്ചോ. അവന്റെ പൊക്ക. പ്രകാശം മാപ്പ് പറഞ്ഞതല്ലേ, നിങ്ങൾ കാണിക്കുന്നത് മോശമുണ്ടോ? അതെ, പ്രസിഡന്റ് സമയം നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? അത് ശരി. എന്തുവാ ചോദിച്ചിട്ടാ നടക്കുന്നത്? വിശ്വസിക്കാൻ പറ്റണല്ലേ? അതെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാലും എന്തായിരിക്കും ഉദ്ദേശം? അതെ, അത് ഇവിടുന്ന് മനസ്സിലാവില്ല. നമുക്ക് നീങ്ങിക്കാം. അവനെന്താ പറയണേക്കാല. ശരിയാ. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിനായി സിദ്ധാർത്ഥിനെ വേദിയിലേക്ക് ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പാറിയെത്തുന്നത് ഓണത്തുമ്പികളാണ്. അങ്ങനെ വരുന്ന ഓണത്തുമ്പികളെ വരെ ഇന്ന് ഓണമല്ല ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ചിരുന്നു നമ്മുടെ പ്രകാശൻ. അല്ലേ പ്രകാശ? അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കണ്ണു തെറ്റിയാൽ കണ്ണിലെ കൃഷ്ണമണി വരെ കട്ടോണ്ട് പോകുന്ന പെരുങ്കള്ളൻ, വേഷം മാറി എന്ത് വേഷം കെട്ടും കാണിക്കുന്ന വെറും വൃത്തികെട്ടവൻ. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹം ഇന്ന് പുതിയൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചീഫ് ഗസ്റ്റായ റിട്ടയർഡ് കള്ളൻ ശ്രീ പ്രകാശൻ ചവറകളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ, ചെക്കിംഗ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ആൾക്കൊന്നു വെച്ച് എന്റെ വക ഓണാശംസകൾ. സുഹൃത്തുക്കളെ, ആരും ഇവിടെയും കള്ളനായിട്ട് ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കള്ളനാക്കുന്നത് എന്ന് ഞാൻ പറയില്ല. ആ സമൂഹത്തിലെ ചില അലവലാദികളാണ് അവരെ കള്ളന്മാരാക്കുന്നത്. നമ്മളെ അങ്ങനെ ഞാനുമായി ഒരു കള്ളൻ ജയിലുമായി. ജയിലിൽ നിന്ന് ഇറങ്ങി ജീവിക്കാൻ വേണ്ടി ഒരുപാട് ജോലികൾ ഞാൻ അന്വേഷിച്ചു. ആരും ഒരു ജോലി പോലും തരാൻ തയ്യാറായില്ല. കള്ളനായി പോയില്ലേ. അങ്ങനെ റോഡിൽ കൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അറബിയെ ഞാൻ നേരിട്ട് കാണുന്നത്. മുഷിൽ ഷർട്ടുമായിട്ട് നിൽക്കുന്ന എന്നെ കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ ചോദിച്ചു. എന്റെ വിഷമങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. അങ്ങനെ എന്റെ മനസ്സിലെ നന്മ തിരിച്ചറിഞ്ഞിട്ടായിരിക്കാം അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ ബേബി കം ടു ദുബായ്. അങ്ങനെ നേരെ ദുബായിലേക്ക്. അവിടെ ഞാൻ എല്ലുമുറിയെ പണിയെടുത്തു, പല്ലുമുറിയെ തിന്നു. അങ്ങനെ പല്ലുമുറിയപ്പോഴാണ് അധ്വാനിച്ചുണ്ടാക്കുന്ന തീറ്റയുടെ വില ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പുതിയ പ്രകാശനാണ്. ഒരു കള്ളവുമില്ല, ചതിയുമില്ല, എള്ളവുമില്ല.